നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അമലുവിനോട് കല്യാണി പറഞ്ഞു, അവന്റെ ടാർജറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ദിലീപേട്ടനാന്ന് തോന്നേ. ദിലീപേട്ടനെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും കാര്യങ്ങൾ നടക്കണം എന്നൊരു ചിന്ത, ഈ കല്യാണം മുടങ്ങണം, അതിന് വേണ്ടിയിട്ട് അവൻ എന്ത് തന്ത്രവും പ്രയോഗിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അമലു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പ്രശ്നമാവില്ല ചേച്ചി. എന്ത് പ്രശ്നം ആവാനായിട്ട്? ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ദിലീപേട്ടനും കാർത്തിയേച്ചും തമ്മിലുള്ള കല്യാണം നടക്കണം. കല്യാണം മുടക്കാനല്ലേ അവ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. കല്യാണം നടക്കുക തന്നെ വേണം, അത് ഉറപ്പായിട്ടും നടക്കും. ഈ കല്യാണം നടക്കും എന്ന് അറിഞ്ഞു കഴിയുമ്പത്തേനും അവൻ ശരിക്കും ഓടും. അത് മാത്രല്ല, കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ പിടികൂടാൻ എളുപ്പ. ഇനി അവനെ വെറുതെ വിടാൻ പോകുന്നില്ല കിരണേട്ടനെ എന്നൊക്കെ അമലുവിനോട് പറഞ്ഞു. അതേ സമയത്ത് ജയിലില് സ്റ്റെഫി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് സ്റ്റെഫിയുടെ അടുത്ത് വന്ന് സ്റ്റെഫിയെ നോക്കുവാണ് സഹതടവുകാരി. എന്തോ ഭയങ്കര ആലോചനയാന്ന് തോന്നല്ലോ. എന്താ കൊച്ചെന്താ ഭയങ്കര ആലോചിച്ചോണ്ടിരിക്കുവല്ലോ? എന്താ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, കാമുകനെ കുറിച്ച് എങ്ങാനും ആണോ ചിന്തിക്കുന്നേ? ആണെങ്കിൽ നിനക്കെന്താ? ഞാൻ എന്റെ ഗംഗയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നേ. അത് കേട്ടപ്പം അവര് പറഞ്ഞു, അല്ല ഇനി അവനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? എന്തേ, എനിക്ക് അവനെ കാണാൻ തോന്നുന്നുണ്ട്. അവൻ ഇങ്ങോട്ടേക്ക് വന്നെങ്കിൽ എന്ന് ഞാനിപ്പോ ആഗ്രഹിച്ചു പോവുക. എന്റെ കൊച്ചെ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, നീ എന്നെ തല്ലരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ തല്ലല് നിനക്ക് പേടിയുണ്ടല്ലേ? അതല്ല കൊച്ചെ, അവന് കുറെ സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞേ? അതെ. അങ്ങനെയാണെങ്കിൽ അവന് നേരെ ചൊവ്വയെ നിൽക്കുമായിരുന്നെങ്കിൽ പകുതി സ്വത്തെങ്കിലും കിട്ടത്തില്ലായിരുന്നോ? പിന്നെ എന്തിനാ അവരോട് മല്ലടിക്കാൻ പോയത്? അത് കേട്ടപ്പോ സ്റ്റെഫിക്ക് ദേഷ്യമായി. അതെ, എന്റെ ഗംഗയ്ക്ക് അങ്ങനെ പകുതി പോരാ, മുഴുവൻ വേണം. അവനൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടുക തന്നെ ചെയ്യും. അതിനെ തടയാനായിട്ട് ആർക്കും പറ്റില്ല. അപ്പോഴേക്ക് സഹതടവുകാരി പറഞ്ഞു, അതുകൊണ്ട് എന്തായി? ഇപ്പൊ ഈ ഒരു അവസ്ഥയായില്ലേ? കണ്ടില്ലേ? നേരെ ചൊവ്വ ജീവിക്കുമായിരുന്നെങ്കിൽ ഇതിന്റെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ഇനിയിപ്പൊ അവന് സ്വത്ത് അനുഭവിക്കാനായിട്ട് പറ്റുമോ? മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടി എന്നും പറഞ്ഞ് സ്റ്റെഫി ദേഷ്യപ്പെടുകയാണ്. ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന, അപ്പൊ അവൾ എന്റെ സ്വപ്നം ഇല്ലാതാക്കി. എന്നിട്ട് അവള് പറയുന്നത് കേട്ടില്ലേ? ഇനി നീ കിടത്ത് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് മേടിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരെ ചീത്ത പറഞ്ഞു. അതേസമയം ഗംഗാപ്രസാദ് പിന്നാലെ ഓടുവാണ് കിരണ്. ഗംഗാപ്രസാദ് ഓടി കുറച്ച് കഴിഞ്ഞപ്പോ കിരണിന് മനസ്സിലായി അത് അവനാന്നുള്ള കാര്യം. അപ്പോഴേക്കും ബൈജു ഒക്കെ അങ്ങോട്ടേക്ക്, ബൈജു അല്ലെ രതീഷും വേലും അങ്ങോട്ട് ഓടി വരുവാണ്. ആ സമയം ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കിരൺ പറയാണ്. എടാ, ഇത് അവനാണ് ഗംഗയാന്ന് പറയണേ. അവനോ? പിന്നീട് കിരണ പുറകെ ഓടുവാണ് അവനെ പിടികൂടാനായിട്ട്. അപ്പോഴേക്കും വേലു പറഞ്ഞു, ശേ, അവനെ എന്റെ അടുത്തൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അവനെ കത്തി എറിഞ്ഞ് വീഴ്ചാനെന്ന് പറയാ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, അത്ര എളുപ്പമുള്ള കാര്യമല്ല വേലു. അല്ല, അവനെ കിട്ടുവാണെങ്കിൽ എത്ര ദൂരത്തെ നിന്നാണെങ്കിലും ഞാൻ കത്തി എറിഞ്ഞ് വീഴ്ചാനും. അവനാന്ന് നമുക്ക് അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. അല്ലായിരുന്നെങ്കിൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയാനും. അല്ല, കിരൺ സാറ് പിന്നാലെ പോയിട്ടുണ്ടല്ലോ, അവനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ആ സമയം കിരൺ ഗംഗാപ്രസാദിന്റെ പിന്നാലെ തന്നെ ഓടുവാണ്. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പാലത്തിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവനെ ഇടിച്ചു വീഴ്ത്തോടെ ഗംഗാപ്രസാദ്. അവൻ താഴെ, കിരൺ ഗംഗാപ്രസാദിനെ ഇടിച്ചു വീഴ്ത്തോടെ. അപ്പോഴേക്കും അവൻ താഴെ വീണു. ആ സമയത്ത് വീണ്ടും കിരൺ ഇടിക്കുവാണ്. അപ്പോഴേക്കും ഗംഗാപ്രസാദ് ചാടി എഴുന്നിട്ട് കിരണിനെ ഇടിച്ചു. ഗംഗയുടെ ഹെൽമെറ്റ് ഒക്കെ അങ്ങനെ ചാടിപ്പോയി. ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ അവന്റെ മുഖം നല്ല വ്യക്തമായിട്ട് കിരൺ കാണുകയും ചെയ്തു. ആ സമയത്ത് എടാന്ന് പറഞ്ഞുകൊണ്ട് കിരൺ വീണ്ടും അവനെ ഇടിക്കാൻ തുടങ്ങുന്ന സമയത്ത് കിരണിനെ തള്ളി മറിച്ചിട്ടിട്ട് അവൻ അവിടെ നിന്ന് ഓടി. അവൻ ഓടിപ്പോയി നേരെ ചെല്ലുന്ന ഒരു ആറ്റിലേക്ക് ചാടുവാണ്. ഇരുട്ടല്ലേ. കിരണം പിന്നാലെ ചാടി. പക്ഷെങ്കിൽ അവന്റെ ഒപ്പം എത്താനായിട്ട് പറ്റിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവനെ കാണുന്നില്ല. ഏത് വഴി പോയെന്ന് അറിയത്തില്ല. കിരൺ ആകപ്പാടെ ദേഷ്യമായി. ഇതേ സമയത്ത് ഗംഗാപ്രസാദ് വേറൊരിടത്ത് പൊങ്ങി. അവിടെ പൊങ്ങിയിട്ട് കരയിലിരിക്കുവാണ്. കിട്ടിയ ഒരു അവസരമായിരുന്നു. മുങ്ങാങ്കുഴി ഇട്ട സമയത്ത് അവന്റെ കാലെ പിടിച്ചു വലിച്ചാൽ മതിയായിരുന്നു. അവനിനി പൊങ്ങത്തില്ലായിരുന്നു. തന്നെ കൊല്ലാൻ വന്നവനെ തനിക്ക് തീർത്ത് കളയായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ സമയത്ത് കിരണിന് ഭയങ്കര നിരാശയായിരുന്നു. കൈ കിട്ടിയിട്ട് അവൻ കടന്നു കളഞ്ഞല്ലോ എന്നൊരു ചിന്ത. കുറച്ച് കഴിഞ്ഞപ്പോ കിരൺ കരയിൽ കയറി ഇരിക്കുമ്പോഴത്തേനും രതീഷും ബൈലും കൂടെ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്തായി സാറേ കാര്യങ്ങള്? അവൻ രക്ഷപ്പെട്ടെന്ന് പറയാണ്. രക്ഷപ്പെട്ടെന്നോ? അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയത്. അവൻ മുങ്ങാങ്കുഴി ഇട്ട് രക്ഷപ്പെട്ടു. പക്ഷെ മുങ്ങാങ്കുഴി ഇടാനായിട്ട് എനിക്ക് അത്ര വശമില്ല എന്ന് പറയണം. എന്റെ സാറേ, സാർ എന്ത് പരിപാടിയെ കാണിച്ചേ? മുങ്ങാങ്കുഴി ഇടാൻ അറിയത്തില്ലെങ്കിൽ ആ പിന്നാലെ പോവരുത്. അവൻ അതിനകത്ത് വിദഗ്ധനാ. അങ്ങനെ അറിയത്തില്ല, അടുത്തോടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ കാലെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ സാറിന്റെ കഥ എവിടെ തീരുമെന്ന് പറഞ്ഞു. അതെ, എന്നെ എങ്ങാനും അവൻ കാലെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വെള്ളത്തിനകത്ത് ഇട്ട് ഞാൻ തീർക്കുമായിരുന്നു പറഞ്ഞു. അവനെ വെറുതെ വിടത്തില്ലായിരുന്നു പറഞ്ഞു. ആ സമയം വേലു പറഞ്ഞു, എനിക്ക് അവനെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. മുങ്ങാങ്കുഴി ഞാൻ ഇട്ടേനെ. എനിക്കറിയാം സാറേ, ഞാൻ നന്നായിട്ട് നീന്തൽ പഠിച്ചിട്ടുണ്ട്. മുങ്ങാങ്കുഴി ഇട്ട് പോകാനായിട്ട് എനിക്കറിയാം. എനിക്കൊന്ന് കൈ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലോ, അവൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും.
രതീഷ് പറഞ്ഞു നമുക്ക് പോയാലോന്ന് ചോദിക്കുക. പോവാനോ? അങ്ങനെ അവനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അവനെ പിടികൂടണമെന്ന് പറയണ. അവൻ അധിക സമയമൊന്നും ഒളിച്ചിരിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒക്കെ കാണുമെന്ന് പറഞ്ഞു. അല്ല പോലീസ് പറഞ്ഞില്ലേ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. എന്നാലും എന്റെ കയ്യിൽ കിട്ടിയിട്ട്. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു അവനെ നല്ലവണ്ണം ചതച്ചില്ലെന്ന് ചോദിച്ചു. അത് ശരിയാ, അവനെ നല്ലവണ്ണം ചതച്ചിട്ടുണ്ട്. എന്നാ പേടിക്കണ്ട കിരൺ സാറേ, ഇനി അവൻ ചോര തുപ്പി ചത്തോളൂ എന്ന് പറഞ്ഞു. ഏയ് അങ്ങനെ ചോര തുപ്പി മരിക്കാനുള്ളവനാണെങ്കിൽ നേരത്തെ മരിച്ചാണ്. ഇതിനു മുമ്പ് അവനെ ഞാൻ കൊല്ലാക്കൊല്ലി ചെയ്ത് ഇട്ടല്ലേ കാട്ടില്. ആ സമയത്ത് എന്തേ ഈ നിൽക്കുന്ന വേലുവിനും മാമൻ എല്ലാരും കൂടെ കൂടിയിട്ടല്ലേ രക്ഷപ്പെടുത്തിയെടുത്തേ. അത് പിന്നെ സാറേ ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നില്ലോ, അതാ പറഞ്ഞേ. അവന്റെ ശരീരത്തിൽ കുറെ ചതവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിനകത്തുനിന്നൊക്കെ തരണം ചെയ്ത് അവനെ വീണ്ടും എഴുന്നേറ്റ് വന്നിരിക്കുക. അവനൊന്നും പുത്തിരിയായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് അവൻ ഇനി ഇതുപോലെ വേലത്തരങ്ങൾ ഒപ്പിക്കും. അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എത്ര കൊടുത്താലും മതിയാവുന്നില്ല. ഈ അവൻ എന്റെ കൈയിൽ കിട്ടണം. രക്ഷപ്പെട്ടു പോയല്ലോ അവന്. എത്ര വട്ടം ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നേ. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലോ. അങ്ങനെ 3 പേരും കൂടെ ആകെപ്പാടാൻ നിരാശരായിപ്പോയി. സഹിക്കാൻ പറ്റിയില്ല. കൈ കിട്ടിയ അവസരമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതേ സമയത്ത് അമലു കല്യാണിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു ഇതുവരെയായിട്ട് അവരാരും വന്നില്ലോ ചേച്ചി. നീ പേടിക്കണ്ട അമലു. എന്താണെങ്കിലും ഗംഗാപ്രസാദിന്റെ കാര്യത്തിൽ അവരൊരു തീരുമാനം ഉണ്ടാക്കുമായിരിക്കും. അവൻ അധികം അങ്ങനെ മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റില്ല. ആഹാരം എന്തെങ്കിലും കഴിക്കണ്ടേ, പുറത്തിറങ്ങണമല്ലോ. അങ്ങനെ ഇറങ്ങണ സമയത്ത് CCTV ദൃശ്യങ്ങൾ എവിടെയായാലും അവൻ പതിവായിരിക്കും എന്ന് പറയാണ്. അല്ല അവൻ വേഷം മാറിയല്ല നടക്കണേ. എത്ര വേഷം മാറിയെന്ന് പറഞ്ഞാലും അവനെ പിടികൂടാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ വന്നിടിച്ചു. അല്ല അവര് വിളിക്കോ മറ്റോ ചെയ്ത മോളെ പുറത്തു പോയര് ഇല്ലാന്ന് പറഞ്ഞു. മോൾക്ക് അങ്ങോട്ടേക്കൊന്നും വിളിച്ചു നോക്കാൻ മേലായിരുന്നോ? അത് പിന്നെ അമ്മ 2-3 വട്ടം വിളിച്ചു നോക്കി, എടുത്തില്ല എന്ന് പറയണ. ചിലപ്പോ എന്തേലും തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും എടുക്കാത്തെ. മോളെ അവന് ദുഷ്ടനാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. അവനെ ഞാൻ പോലും ഇല്ലാതാക്കേണ്ട കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടുന്നൊക്കെ അവൻ തലനാഴിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പിന്നെ അവന്റെ ചെയ്തുകളൊക്കെ അറിയാലോ. എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം, അതാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പം ദിലീപിന്റെ വീട്ടിൽ നേരെ അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അറിയത്തില്ല. ആദ്യം ദിലീപിന്റെ വീട്ടിൽ പോയി ദിലീപിന്റെ അച്ഛനെ ഇല്ലാതാക്കി. ഇനിയിപ്പോ അവന്റെ അടുത്ത ലക്ഷ്യം ഇവിടെ വന്ന് എന്നെ കാർത്തിമോളൊക്കെ ഇല്ലാതാക്കാനായിരിക്കും. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. കാർത്തിമോളുടെ കാര്യം ഓർത്തിട്ടാ അവൾക്കാണ് ഇപ്പൊ അർത്ഥസമ്മതത്തിൽ അവൾ നിൽക്കുന്നത്. കാരണം ഒന്നും അങ്ങോട്ട് ശരിയാവുന്നോ ഇല്ലാത്ത പോലെ തോന്നല അവളുടെ മനസ്സിൽ. ദിലീപുമായിട്ടുള്ള വിവാഹം വേണോ വേണ്ടോ എന്ന് അവൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ. അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ എന്നൊക്കെ അവള് പറയണേ. ഒരു കാര്യം ചെയ്യാം, മോൾ അവളെ പറഞ്ഞു ഒന്ന് സമ്മതിപ്പിക്കണം. ദിലീപ് ഇത്ര കാര്യമായിട്ട് അവളെ സ്നേഹിക്കണ സമയത്ത് അവളെ വിവാഹം കഴിക്കാന്നൊക്കെ പറയുമ്പോൾ അവൾ ഇങ്ങനെ മാറ്റി ചിന്തിക്കുന്നേ എനിക്കറിയില്ല മോളെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു അതെ അമ്മ വിഷമിക്കേണ്ട, സാരമില്ല, നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഗംഗാപ്രസാദിന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും ഒരു തീരുമാനമൊക്കെ ഉണ്ടാവും. അല്ല മോളെ അവരിങ്ങോട്ട് വരുമായിരുന്നെങ്കിൽ ഒരു സമാധാനമായനും. ഇതുവരെയായിട്ട് അവര് വന്നില്ലോ, അതുകൊണ്ട് ഓർത്തിട്ട് അതൊക്കെ ഓർത്തിട്ട് വിഷമമെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് അമ്മ വിഷമിക്കണ്ട. പിന്നീട് കിരണും രതീഷും വേലും കൂടെ പോകുന്ന സമയത്ത് കിരൺ പറഞ്ഞു ഇനി ഇത്ര സമയമായില്ലേ, ഇനിയിപ്പൊ അവനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. രതീഷ് പറഞ്ഞു അത് ശരിയാ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛനെ കൂടെ കയറി കണ്ടുവരാം. അച്ഛനോട് പറയാം അവൻ മുങ്ങിച്ചത്തെന്ന് പറയാം. പുഴയെ മുങ്ങിച്ചത്തെന്ന് പറഞ്ഞാൽ മതി. അച്ഛൻ അത്രയെങ്കിലും ആശ്വാസമാവുമല്ലോ. അച്ഛൻ അത്ര പെട്ടെന്ന് ഭേദമാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ. രതീഷ് പറഞ്ഞു അതും നല്ലൊരു കാര്യമാ. വേലു പറഞ്ഞു എന്നാലും നമുക്ക് അവനെ പിടികൂടാൻ പറ്റിയില്ലോ. അവൻ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയില്ലേ എന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു അതെ, എത്രാമത്തെ തവണയാണെന്നറിയോ അവൻ രക്ഷപ്പെട്ടു പോന്നേ. എനിക്ക് തോന്നേ അവൻ ആ പുഴയിലേക്കല്ലേ ചാടിയത്. മിക്കവാറും അവനെ പാലത്തിന്റെ അവിടെ എവിടെയും ആണോന്ന് അറിയത്തില്ല. ഏതെങ്കിലും പാലത്തിന്റെ അടിയിലായിരിക്കും അവനും കൂട്ടുകാരും തമ്പടിച്ചിരിക്കുന്നത്. വേറെ നിവൃത്തിയൊന്നും ഇല്ലോ. ചിലപ്പം ആ വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയത് അവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആഹാരം എന്തെങ്കിലും കഴിക്കണ്ടേ, ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ബാക്കി വേണ്ടിയിട്ടായിരിക്കും അങ്ങോട്ടേക്ക് മതിൽ ചാടാൻ ഒരുങ്ങിയത്. അത് ശരിയാ, അതെനിക്കും തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അവന് കഴിക്കാതൊന്നും ഇരിക്കാൻ പറ്റില്ല, അവന് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ഇത്ര അടുത്ത് വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വേലു പറഞ്ഞു. നമ്മൾ വിചാരിച്ചോണ്ടിരുന്നേ അവനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാന്നല്ലേ. പക്ഷെ അവന് ഒടുവിൽ കണ്ടെത്തി കഴിഞ്ഞപ്പോഴോ അവനെ പിടികൂടാനും പറ്റില്ല. സാരമില്ല, അവനെ ഇടിച്ച് നെഞ്ചും കൂടി താർത്തില്ലേ. അവനിനി അധികകാലം ഒളിച്ചിരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്കും പോയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി. ഇതേ സമയത്ത് ദിലീപ് കിരണിനെ വിളിക്കുകയാണ്. കിരണിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോഴേക്കും കിരൺ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് ദിലീപിന് ഭയങ്കര വിഷമായി. പിന്നീട് ദിലീപ് കൂട്ടുകാരോട് പറഞ്ഞു അവൻ വീണ്ടും രക്ഷപ്പെട്ടെന്ന് പറയണം. രക്ഷപ്പെട്ടെന്നോ? അതെ, കിരണിന്റെ കൈ കിട്ടിയതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അവന് രക്ഷപ്പെട്ടു പോയി. ഇത് കേട്ടപ്പോ കൂട്ടുകാരന്മാർ പറഞ്ഞു ഇനി എന്ത് ചെയ്യൂടാ, എന്ത് ചെയ്യാനാ, അവൻ അധികം ഒന്നും രക്ഷപ്പെട്ടിരിക്കാൻ പറ്റില്ല. പക്ഷേങ്കില് അമ്മയുടെ കാര്യം ഓർത്തിട്ടാ. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് എൻ്റെ കാര്യത്തില്.
എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. ഇപ്പം എന്നെ കാണാതെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാൻ അവിടെ ചെന്നാൽ വീട്ടിൽ ചെന്നാലോ വീട്ടിൽ ചെന്ന് കയറിയാൽ അമ്മയ്ക്കൊരു സമാധാനം ആവത്തുള്ളൂ. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി അമ്മയ്ക്കുണ്ട്. അത് പിന്നെ അമ്മയും പറഞ്ഞിട്ട് കാര്യമില്ലടാ. കാരണം അവന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായില്ലേ എല്ലാവർക്കും. ഇനി നിങ്ങൾ പേടിക്കണ്ട, ഉറപ്പായിട്ടും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. കാരണം നാട്ടുകാർ തന്നെ അവനെ തല്ലി തകർക്കും. അവന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നാട്ടിൽ എല്ലാത്തടത്തും വെച്ചിട്ടുണ്ടല്ലോ. അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും എന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.